ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് വിട്ടാലോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. ഈ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ആദ്യം തന്നെ ഈ ആപ്ലിക്കേഷൻ ആരും മിസ്യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ എന്തിനാണ് ഞാനിത് പരിചയപ്പെടുത്തി തരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വശം കൂടി ഉണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ. ഇപ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ എന്തെങ്കിലും ബാഡ് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അത് വീഡിയോ എടുത്ത് അതിൻ്റെ ഒരു തെളിവ് നമ്മുടെ കയ്യിൽ വെക്കാൻ വേണ്ടി അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ഉണ്ടാകും. ആ സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളുടെ നേരെ ക്യാമറ പിടിച്ചിട്ട് ഫോൺ പിടിച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് സീനാണല്ലോ. അങ്ങനെ കാണാതെ നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു ഒരു ക്യാമറ ട്രിക്കാണ്. അങ്ങനെ ഒരു ക്യാമറ ആപ്ലിക്കേഷനാണിത്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ റെക്കോർഡ്, അതുപോലെ ഷെഡ്യൂളേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ താഴെ സ്റ്റാർട്ട് ക്യാമറ എന്നുള്ളത്. അപ്പോൾ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഇത്, അപ്പോൾ നമുക്കിവിടെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ റെക്കോർഡ് ചെയ്യണം എന്നുള്ളതൊക്കെ അത് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് സ്റ്റാർട്ട് ക്യാമറ കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സ്റ്റാർട്ട് ക്യാമറ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാൻഡ് കൊടുക്കാം, പെർമിഷൻസൊക്കെ അലോ കൊടുക്കാം. ഇപ്പോൾ പെർമിഷൻസൊക്കെ അലോ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് ക്യാമറ കഴിഞ്ഞാൽ കണ്ടോ, ക്യാമറ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു സ്ക്രീനിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും റെക്കോർഡാവുന്നത്, കണ്ടോ താഴെ. അപ്പോൾ നിങ്ങൾ സ്ക്രീൻ ഓഫാക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് ക്യാമറ വർക്കിംഗ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് സ്ക്രീന് നമ്മൾ ജസ്റ്റ് ഫോണിങ്ങനെ കൊണ്ട് നടന്ന് സ്ക്രീന് ഓഫാക്കിയിട്ട് കൊണ്ട് നടന്നാൽ നമ്മൾ വീഡിയോ എടുക്കുന്നതാണ് എന്ന് ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ്, ഇതിൻ്റെ ഒരു ഞാനിപ്പോൾ നിങ്ങൾക്കിത് പരിചയപ്പെടുത്തുന്നത് ഒരു അറിവ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ നല്ല വശങ്ങളും ഉണ്ട് ഇതിന്. അപ്പം അങ്ങനെയുള്ള നിങ്ങൾക്കൊരു ബാഡ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രം യൂസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ക്യാമറ സ്ക്രീൻ ഓഫായി കഴിഞ്ഞാൽ പോലും ഇതിൽ വീഡിയോ റെക്കോർഡായി കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ബാഡ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ക്രീൻ ഓഫാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഫോണിങ്ങനെ എന്ത് പിടിച്ചു കഴിഞ്ഞാലും നമ്മൾ വീഡിയോ എടുക്കാമെന്ന് ആർക്കും മനസ്സിലാവില്ല. എന്നാൽ വീഡിയോ ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഈ വീഡിയോ കണ്ടിട്ട് ഇത് പിന്നെ മോശമായിട്ട് മിസ്യൂസ് ചെയ്യുന്ന രീതിയിൽ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കോ ഈ ചാനലിനോ അതിനുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകുന്നതല്ല. അപ്പോൾ നിങ്ങളത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ആപ്ലിക്കേഷൻ്റെ നല്ല വശം ഉദ്ദേശിച്ചിട്ടാണ് ഞാനും പറഞ്ഞു തന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത വീഡിയോ പിന്നെ നമ്മൾ ഇവിടെ ഈ ആപ്ലിക്കേഷൻ തന്നെ ഓപ്പൺ ചെയ്തിട്ട് സ്റ്റോപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ നമ്മൾ സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ റെക്കോർഡ്സിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ വീഡിയോ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇതിൽ തിരികോട്ട് ക്ലിക്ക് കഴിഞ്ഞാൽ സേവ് ടു ഗാലറി ഉണ്ട്, അതുപോലെ ഷെയർ, റിമൂവ് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സേവ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ മുകളിലാണ് ഇതിൻ്റെ സ്പേസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആഡ് ഷെഡ്യൂൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റ് ഡേറ്റ് സെറ്റ് ചെയ്യാം. കണ്ടോ, സെറ്റ് ടൈം സെറ്റ് ചെയ്യാം, ഏത് സമയത്ത് ഏത് ഡേറ്റിൽ നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ ഇവിടെ ടൈം ഡ്യൂറേഷൻ നമുക്ക് മാക്സിമം 50 മിനിറ്റ് വരെ ടൈം ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഓട്ടോമാറ്റിക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ആ സമയമാകുമ്പോൾ അത് ഓട്ടോമാറ്റിക് കട്ടായിട്ട് വീഡിയോ ഇവിടെ സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസും വെബ്സൈറ്റുകളൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതുപോലത്തെ കിടിലൻ വീഡിയോസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.